ഇന്ന് രാത്രി അനിയൻ തിരിച്ചു പോകും. അപ്പൊ അവന് കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെയാ ഉണ്ടാക്കിയേക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കൊടംപുളി ഇട്ട് വറ്റിച്ച് നമ്മുടെ ചൂരമീൻ കറി. കൂടെ കഴിക്കാനായിട്ട് കപ്പയുണ്ട്. കപ്പയും മീൻകറി നല്ല ടേസ്റ്റ് അല്ലേ, നല്ല കോമ്പിനേഷൻ അല്ലേ. ഇത് ബീഫാണ്, അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിനകത്തേക്ക് നേരത്തെ തന്നെ നമ്മൾ മസാലകളൊക്കെ പരറ്റി വെക്കും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈയും കൊണ്ട് തന്നെ തിരുമണം കേട്ടോ. നന്നായിട്ട് തിരുമിയ ഇറച്ചിയിലോട്ട് ആ മസാലകളൊക്കെ പിടിക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലതായിട്ട് തിരുമ്മി നമുക്കൊരു 10-20 മിനിറ്റ്, കുറഞ്ഞത് എത്ര നേരം വെച്ചാലും നല്ലതാ, കുറഞ്ഞത് ഒരു 10-20 മിനിറ്റ് എങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് എന്നിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തേക്ക് വിസിലടിപ്പിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വെള്ളവും വേണ്ട. അതുപോലെ തന്നെ നമ്മളൊരു 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി, ഒരുപാട് ഫുള്ള് വേവിക്കണ്ട. കുക്കറിനകത്തൊരു 2-3 വിസിൽ അത്ര വന്നാൽ മതി കേട്ടോ. അപ്പം അത് നമുക്കൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉരുളി ചൂടായി അതിലേക്ക് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണേ. അതിനകത്തേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതെല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നമ്മൾ ഇത് കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം നല്ല മൊരിച്ചെടുക്കണം. അതുപോലെ തന്നെ ഉള്ളി, സവാള ഇതൊക്കെ കുറച്ചാണ് കേട്ടോ ചേർക്കണുള്ളൂ. അതുപോലെ മല്ലിപ്പൊടിയൊന്നും നമ്മൾ ചേർക്കണില്ലേ, തേങ്ങാക്കൊത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കണില്ല കേട്ടോ, ചീത്തയായാലോ എന്ന് വെച്ചിട്ടേ. അപ്പോൾ സവാള നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി നന്നായിട്ട് ഇത് വരട്ടിയെടുക്കണം. നമുക്കൊരു ഡാർക്ക് കളർ ആവണോടം വരെ വരട്ടിയെടുക്കണേ. ഏകദേശം ഇത് വേണ്ട, നന്നായിട്ട് ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, കുറച്ചും കൂടി ആവണം, നല്ല ഡാർക്ക് ഇതാവണം കേട്ടോ. അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇടിച്ച മുളകില്ലേ, ഇടിച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാൻ. വരട്ടി വരട്ടി ഇപ്പോൾ ഒരു ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മസാല, ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഇത് ചീത്തയാവുകയൊന്നുമില്ല, എത്ര ദിവസം വേണേലും ഇരുന്നോളും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റും നല്ല മണം. അടുത്ത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം, മാങ്ങ അച്ചാർ. അപ്പോൾ നല്ലെണ്ണയിലാണ് കേട്ടോ. നല്ലെണ്ണ ചൂടായി വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എല്ലാ സാധനങ്ങളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇതിനകത്ത് അച്ചാറിൽ പിന്നെ അറിയാലോ, ഒരു സാധനത്തിനും ആ വെള്ളത്തിൻ്റെ മയം ഉണ്ടാവരുത്, അച്ചാർ ചീത്തയായി പോകും. അപ്പം എല്ലാം നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അതിനകത്തേക്ക് ഇത്തിരി ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം, വേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും ഒരു നുള്ള് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മാങ്ങയിൽ ഉപ്പ് പറ്റിയിട്ടില്ല, അപ്പോൾ ഇതിനകത്തേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. പിന്നെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചതാണ് ഇട്ടത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, നല്ല മണമാണ്. അച്ചാറിന് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടും ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് ചേർക്കുമ്പോഴേ. ഇനി നന്നായിട്ട് ഇത് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ അടുത്ത ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. ഇത് ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി പിന്നെ കുക്കറിലിട്ട് വേവിച്ച് എന്നാൽ മാത്രമേ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. അതിനി നമുക്ക് ഉരുളി ചൂടായി എല്ലാം ഓയിലാണ് ഉണ്ടാക്കുന്നത്, കൊണ്ടുപോകാനുള്ളതുകൊണ്ടേ, അല്ലെങ്കിൽ ചിലപ്പം ഒരു കനപ്പ് ടേസ്റ്റ് വരും കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴേ. അപ്പോൾ ഇതിനകത്ത് ചുവന്നുള്ളിയാണ് കേട്ടോ ചേർക്കേണ്ടത്. ചുവന്നുള്ളി നന്നായിട്ട് മൊരിഞ്ഞു വരണം. ചുവന്നുള്ളിയാണ് ടേസ്റ്റ് ചേർക്കാനായിട്ട്. ഇതിൽ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിനകത്ത് വെളുത്തുള്ളി ചതച്ച് ചേർക്കണത് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റായിട്ടും ചേർക്കും, പിന്നെ കുറച്ച് ചതച്ച് ചേർത്താൽ എങ്ങനെ ചേർത്താലും നല്ലതാ. വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്താൽ, വെളുത്തുള്ളി ചതച്ചത് ഇച്ചിരി അധികം ചേർക്കണം കേട്ടോ, അപ്പം നല്ല ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വരണം. ഒട്ടും വെള്ളത്തിൻ്റെ ഇത് പാടില്ല, നല്ല മൊരിഞ്ഞു വരണേ. അപ്പം അതിനകത്തേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേപ്പിലയൊക്കെ ചേർത്ത് നന്നായിട്ട് പൊടികൾ മൂത്ത് വരുമ്പോൾ ഇനി നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഇറച്ചി വെന്തതാണ്, എന്നാലും നമ്മൾ ഈ മസാലയിലിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ. ഇടിയിറച്ചി ഇഷ്ടമുള്ളവരുന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയിറച്ചി. അപ്പോൾ നമ്മുടെ ഇടിയിറച്ചിയും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്നറിയും. അപ്പം നമ്മുടെ ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ബീഫ് ഇതിപ്പോൾ അവർക്ക് ചെല്ലുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാഴയിലയിലാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, വാഴയില പൊതിഞ്ഞിട്ട് അത് എടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും. അങ്ങനെ ബീഫ് പാക്ക് ചെയ്തു. അടുത്തത് ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി നമ്മൾ അന്നേരം എടുക്കാനുള്ളത് വാഴയിലക്കകത്തേക്ക് പാക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളത് കവറിനകത്തേക്ക് എടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യണത്. ഇതൊക്കെ ഇപ്പം തന്നെ തീരും, ചെല്ലുമ്പോൾ തന്നെ ഇതെല്ലാം കാലിയാവും. അപ്പം ബാക്കി കവറിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഒന്നാമത് അധികം ഓയിലൊന്നും ചേർക്കില്ല. പിന്നെ അങ്ങനെ ലീക്കായി കഴിഞ്ഞാലേ, അതുകൊണ്ട് കുറേ കവറിനകത്തൊക്കെ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ കേട്ടോ. അടുത്തത് മാങ്ങാച്ചാറാണ്. മാങ്ങാച്ചാറ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മളിനി കവറിനകത്തേക്ക് ഇട്ട് പാക്ക് ചെയ്തെടുക്കാം. അച്ചാർ പാക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും നോക്കേണ്ടത്, കാരണം ഇതിനകത്ത് ഈ ഓയിൽ ലീക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് നമ്മൾ ഒരു 3-4 കവറിനകത്തിട്ട് പാക്ക് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവണേ. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും പാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.